അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, പരിശുദ്ധമായ ബദർ ദിനം, ആ ബദർ ദിനമായിരുന്നു ഇന്ന് പകൽ. അത് കഴിഞ്ഞ് നമ്മൾ 18ാമത്തെ രാവിലേക്ക് കടന്നിരിക്കുന്നു. നാളെ 18ാമത്തെ പകലാണ്, 18ാമത്തെ നോമ്പാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് ബദർ ദിനമായിരുന്നു. ഇന്നത്തെ പകലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 313ഓളം സ്വഹാബിമാരും അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അതൊക്കെ നമ്മൾ സ്മരിച്ചവരാണ് അല്ലേ. അള്ളാഹുവെ പടച്ചവൻ അവരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്, ആമീൻ. നമ്മൾ ഇന്ന് 18ാമത്തെ രാവിലാണുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ബദരീങ്ങൾ ചൊല്ലിയ ഒരുപാട് ബറക്കത്താക്കപ്പെട്ട ദിക്റുകളുണ്ട്, 4 പ്രധാനപ്പെട്ട ദിക്റുകൾ. ആ ദിക്റുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ചൊല്ലണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇന്നലെ ചൊല്ലിയതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ ചൊല്ലുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദിക്റുകൾ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ പുണ്യമായ ദിക്റുകളാണ്. അത് മറന്നു പോവേണ്ട, എല്ലാ പ്രശ്നത്തിനും പ്രയാസത്തിനും പരിഹാരം കിട്ടുന്ന പുണ്യമായ ദിക്റുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നും കൂടി ആ ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കണം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ ദ്വാരക്കാൻ പറഞ്ഞോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, ആമീൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് നേരെ ആ ദിക്റുകളിലേക്ക് കടക്കാം. ബദരീങ്ങൾ എല്ലാം തവക്കുലാക്കി, എല്ലാം അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ച്, അല്ലാഹുവേ ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല, എല്ലാ ശക്തിയും എല്ലാ ആയുധവും നിന്റെ അടുക്കലാണ്. അത് പറഞ്ഞിട്ട് അവരുടെ ആ തവക്കുലിൻ്റെ പുണ്യമായ ഒരു ദിക്റുണ്ട്. ഏതാണതെന്നറിയോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. പറഞ്ഞോ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. 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 ബദർ യുദ്ധത്തിൽ, ബദറിന്റെ ആ സമരത്തിൽ ബദരീങ്ങൾ ആ സമയത്തും അതിനു മുമ്പും അതിനു ശേഷവും എപ്പോഴും പറഞ്ഞിരുന്ന, അവരെപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പുണ്യമായൊരു ദിക്റുണ്ട്, പുണ്യമായൊരു വചനമുണ്ട്. അതേതാണെന്നറിയോ? ആരാധനക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല, ഞങ്ങളുടെ നേതാവാകുന്ന മുത്തു റസൂൽ അല്ലാഹുവേ നിന്റെ പ്രവാചകരാണ്. ആ ഒരു വചനമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മുടെ ഈമാൻ ഉറക്കണം, നമ്മുടെ ഈമാൻ സലാമത്താവണം. ആ ഒരു നിയ്യത്തിൽ ബദരീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കണം. ആ ഒരു നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കും പറയാം. പറഞ്ഞോ,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അടുത്തതായി ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിലും അതല്ലാത്ത സമയത്തും പറഞ്ഞ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല റബ്ബേ, ശക്തിയില്ല അല്ലാ, കുടിക്കാൻ വെള്ളമില്ല അല്ലാ, ഭക്ഷണമില്ല അല്ലാ, കൂടെയുള്ളത് മുത്ത് റസൂലാണ്, നിന്റെ അടുക്കൽ നിന്നുള്ള സഹായമാണ്. അല്ലെ, ഈമാൻ അവർക്കിങ്ങനെ തുളുമ്പി നിൽക്കുകയാ. അവർ പറഞ്ഞ വാക്കുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹുവേ, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തന്നാൽ അത് ഞങ്ങളുടെ കഴിവല്ല, നിന്റെ കഴിവാണ്. ആ തരത്തിൽ അവർ പറഞ്ഞ ഈമാനിക ആവേശത്തിൽ അവർ പറഞ്ഞ ആ പുണ്യമായ ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുവിന്റെ രണ്ട് ഇസ്മുകൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹ്, നിന്റെ കരുണ കൊണ്ട് ഞങ്ങളിതാ നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് ബദരീങ്ങൾ പറഞ്ഞ ആ പുണ്യമായ ആ ഒരു ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്നത്തോടെ തീരണം. അതായത് ഈ ദിക്റുകൾ എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന് പറ്റിയ ഒരു പുണ്യമായ ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. പറഞ്ഞോ, യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു 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 യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ
ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്തതായി വിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും പറയേണ്ട ദിക്റുണ്ട്. അതുപോലെ രണ്ടാമത്തെ പത്തിലാണുള്ളത്. രണ്ടാമത്തെ പത്തിൽ സ്പെഷ്യലായി പറയേണ്ട പുണ്യമായ ഇസ്തിഗ്ഫാർ ചോദിച്ച്, അതായത് മഗ്ഫിറത്തിന് ചോദിച്ചുള്ള ദിക്റുകൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞ് അവസാനം നമുക്ക് ദ്വാരക്കാം. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ 2 ഇസ്മുകളുണ്ട്. ഒന്ന് ഗഫൂർ, അതുപോലെ ഗഫാർ. രണ്ടും അതിൻ്റെ അർത്ഥം എന്താണ്? ഒരുപാട് പൊറുത്തു തരുന്നവൻ, മാപ്പ് ചെയ്യുന്നവൻ എന്നൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുന്നു, അള്ളാഹുവിൻ്റെ ആ 2 ഇസ്മുകളും ചേർത്ത് പറയുന്നു. വലിയ പുണ്യമാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ഗഫൂർ യാ ഗഫാർ യാ അല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ഗഫൂർ യാ ഗഫാർ യാ അല്ലാഹ്. റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട പ്രധാനപ്പെട്ടൊരു ദുആയാണ്, ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. അത് വല്ലാത്തൊരു അടിമ ചോദിക്കുന്ന, താണ് കേണ് ചോദിക്കുന്ന ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ മാത്രമല്ല, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞും അതല്ലാതെ ഫ്രീ ആകുന്ന ഏത് ടൈമിലും ഈ ദുആ നമ്മൾ അധികരിപ്പിക്കണം, മറന്നു പോകരുത്.
اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لي ذنوبي يا رب العالمين. വിശുദ്ധ റമളാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ എല്ലാ സമയത്തും പറയൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, പ്രത്യേകമായി പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമായ ദിക്ർ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു നീയല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്. അസ്അലുക്കൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്, സ്വർഗ്ഗം ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം തരണേ അല്ലാഹ്. 4 കാര്യം. ഈ 4 കാര്യവും എപ്പോഴും ചോദിക്കണം. നമുക്കൊന്ന് ചോദിച്ചാലോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ. സ്വർഗ്ഗം മുന്നിൽ കണ്ട്, നരകം മുന്നിൽ കണ്ട് അല്ലാഹുവേ ആ സ്വർഗ്ഗത്തിലേക്ക് കടത്തണം, ആ നരകത്തിൽ നിന്നുള്ള മോചനം തരണം എന്ന് മനസ്സിൽ കരുതി പറയാം. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله
അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ നാവിൽ നിന്ന വചനങ്ങൾ പറയൽ അത് ബറക്കത്താണ്, അത് വലിയ ശ്രേഷ്ഠതയാണ്, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ദുആയുണ്ട് അല്ലേ, ദുആ ദിന്നൂൻ എന്നൊക്കെ പല പേരിലാണ് അത് അറിയപ്പെടുക. നമുക്ക് ആ ഒരു ദുആ ഒന്ന് പറഞ്ഞാലോ? അള്ളാഹു തആല അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും തരട്ടെ. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അള്ളാഹുവെ, ഞാൻ ഒരു അബദ്ധത്തിൽ പെട്ടുപോയി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അള്ളാഹു നീ അത് വിട്ടുപുറത്ത് മാപ്പ് തരണം, ഇല്ലെങ്കിൽ ഞാൻ നഷ്ടമാളികളിൽ പെട്ടുപോകും. അള്ളാഹുവെ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയി, അതുകൊണ്ട് എൻ്റെ പാപം പുറത്തു തരണേ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ദുആയാണ്. പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ
ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ റമളാനിൻ്റെ ഈ രണ്ടാമത്തെ പത്തിൽ, ഈ സുന്ദരമായ ദിനത്തിൽ നമ്മൾ ഈ ചൊല്ലിയ, നമ്മൾ പറഞ്ഞ, നമ്മൾ അള്ളാഹുവിലേക്ക് തേടിയ ഈ ദുആയും ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അള്ളാഹു താല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ചൊല്ലിയ സമയത്ത് പല ചിന്തയിൽ ചൊല്ലിയവരുണ്ട്, അല്ലേ? ചിലപ്പോൾ ശ്രദ്ധ തെറ്റിപ്പോയവരുണ്ട്, ആത്മാർത്ഥത നമുക്ക് കുറഞ്ഞുപോയ സമയങ്ങളുണ്ട്. എല്ലാം അള്ളാഹു താല മാപ്പ് തന്ന് നമ്മുടെ ഈ ഒരു മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസ് അതൊക്കെ ഓതി നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا.
كثيرا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات അർഹമുർ-റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ പടച്ച റബ്ബേ, കരുണയുള്ള അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ദുആഇനെയും ഞങ്ങളുടെ ദിക്റുകളെ, ഞങ്ങളുടെ തസ്ബീഹുകളെ, ഞങ്ങളുടെ സ്വലവാത്തുകളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. പരിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് ഞങ്ങളിതാ കടന്ന് ആ രണ്ടാമത്തെ പത്തിൻ്റെ സുന്ദരമായ പവിത്രമായ ഒരു ദിനത്തിലാണ്, ഒരു രാവിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആയും എല്ലാം നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പുകൾ ഞങ്ങൾ പിടിക്കുകയാണ്, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, ഫർദ് നിസ്കരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാ തെറ്റുകളും അബദ്ധങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ്, ഇത് ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്, സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതകാലത്ത് തെറ്റുകളില്ലാതെ പാപങ്ങളില്ലാതെ നല്ല ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ വാപ്പ, അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ കുടുംബാദികൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുടെ മരുമക്കൾ, അല്ലാഹുവേ, സഹോദരി സഹോദരന്മാർ, ആരെല്ലാം മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് കഴിയുന്നു, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഈ റമളാനിൻ്റെ പ്രകാശം കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവാനുള്ളവരാണ്. അതിനു മുമ്പ് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. ആ ദീർഘായുസാകുന്ന, ആഫിയത്താകുന്ന അല്ലാഹുവേ, ആ ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഖബറിന്റെ ഞെരുക്കമുണ്ടെന്ന് മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിയാത്തവരായിരിക്കും മുഅ്മിനീങ്ങളെന്നാണ്. റബ്ബേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ആമീൻ പറയുന്ന ഉമ്മമാര്, ഉപ്പമാര് സാധുക്കളാണ്. അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. റബ്ബേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മുഅ്മിനീങ്ങൾ അവരൊക്കെ പറയുന്ന ആമീൻ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് ബീവിമാര്, ഉസ്താദുമാര്, സയ്യിദന്മാര്, പാവപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമ്മമാര്, ഉപ്പമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം തരണേ അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10 ഞങ്ങളോട് വിട പറഞ്ഞു പോയി. നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ഉള്ളത് മഗ്ഫിറത്തിന്റെ 10ലാണ്. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ, പാപമോചനം തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. ഖൈറായ മക്കൾ അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു, റിസൾട്ട് പലരും കാത്തിരിക്കുന്നു. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കെട്ട കാലമാണ്, മോശപ്പെട്ട കാലമാണ്, സംവിധാനങ്ങൾ ഒരുപാട് മോശമാണ്. റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വഴിതെറ്റിപ്പോകുന്നതിനെ തൊട്ട് കാക്കണയല്ലാ. ഇന്ന് മയക്കുമരുന്നിൻ്റെ, കഞ്ചാവിൻ്റെ, മദ്യത്തിൻ്റെ, അതുപോലെ തന്നെ അശ്ലീല പ്രവർത്തനങ്ങളുടെ കാലമാണ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണയല്ലാ. അല്ലാഹുവേ, മക്കള് ജയിലിലാണ്, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നോ വാർത്ത കേട്ട് തകർന്നു പോകുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർക്ക് നീ ക്ഷമ കൊടുക്കണയല്ലാ. അവരുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണയല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയ്യത്തിലാക്കണയല്ലാ. ആൺകുട്ടികളെ കാക്കണയല്ലാ, പെൺകുട്ടികളെ കാക്കണയല്ലാ. അല്ലാഹുവേ,
പടച്ചവനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണയല്ല, സ്വസ്ഥത തരണയല്ല, സമാധാനം തരണയല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണയല്ല, ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണയല്ല, ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം നീ ഖൈറിലാക്കണയല്ല. അള്ളാഹു ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി തരണയല്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടം ബിസിനസ് നീ ലാഭകരമാക്കണയല്ല. അള്ളാഹുവെ ഹലാലായ സമ്പത്ത് തരണയല്ല, ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ റബ്ബേ, ഓരോ ദിവസവും വീഡിയോകൾക്ക് താഴെ ഞങ്ങളുടെ വീഡിയോകൾക്ക് ഞങ്ങളുടെ ദുആഇന്റെ മജ്‌ലിസുകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയാറുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല, അവരേത് നാട്ടുകാരാണെന്നറിയില്ല, എല്ലാം നീ അറിയുന്നവനാണ് അല്ലാ. അള്ളാഹുവേ നീ സാക്ഷിയാണ്. ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്നു, ഒരുപാട് പേർക്ക് കമന്റ് എഴുതാൻ അറിയില്ല, ഉസ്താദെ നിങ്ങൾ ദുആരക്കണമെന്ന് നേരിട്ട് കണ്ടു പറഞ്ഞവരുണ്ട്. റഹ്മാനെ അള്ളാഹുവേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് നേരിട്ട് കണ്ടു പറയുന്നു, കമന്റിലൂടെ എഴുതി പറയുന്നു, എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ഈ ദിക്റിന്റെ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയുന്നത്. നീ ഉത്തരം തരണേ അല്ലാ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം മനസ്സിൽ ഹലാലായ മുറാദ് കരുതുന്നുണ്ടോ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് റമളാനിന്റെ ഹക്ക് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹുവേ, കടം കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാനാവാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു. അല്ലാഹുവേ, ആ ഹറാമിനെ തൊട്ട് ഞങ്ങളെ കാക്കണയല്ല. അതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീ സലാമത്ത് കൊടുക്കണയല്ല. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് നീ ഖൈർ കൊടുക്കണയല്ല. അല്ലാഹുവേ പടച്ച റബ്ബേ, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എത്രയോ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ടും രോഗങ്ങൾ മാറാത്ത, പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാനിനെ നീ കവർന്നെടുക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗം, ഞങ്ങളുടെ ഉമ്മയുടെ, ഞങ്ങളുടെ വാപ്പയുടെ, ഞങ്ങളുടെ ഭർത്താവിന്റെ, ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ക്യാൻസർ രോഗത്തിന് അടിമയാണ്. അതുപോലെ ബ്രെയിൻ ട്യൂമർ വന്നു, സ്ട്രോക്ക് വന്നു, അറ്റാക്ക് വന്നു, മറ്റു ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അതുപോലെ യൂറിക് ആസിഡ്, തൈറോയിഡ്, അതുപോലെ വെരിക്കോസ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, അതുപോലെ തന്നെ ന്യൂറോ പ്രശ്നങ്ങൾ, നരമ്പിന്റെ രോഗങ്ങൾ, വൈറസ് സംബന്ധമായ അസുഖങ്ങൾ. റഹ്മാനെ, ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ നിരവധി അസുഖങ്ങൾ പലർക്കുമുണ്ട്. അല്ലാഹുവേ, ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവരെ നീ ദുനിയാവിലോ ആഖിറത്തിലോ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയത്തിലാക്കണേ അല്ലാ. അവരെഴുതുന്ന പരീക്ഷകൾ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സ്വന്തമായി വീടില്ല, വീടുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖൈറായ എളുപ്പവഴി തുറന്നു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ വിദേശത്തുള്ള പ്രവാസികളായ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളുടെ വീഡിയോകൾ, ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്, അവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. ലക്ഷദ്വീപുകാരായ ഒരുപാട് പേരുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞു, അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം ഒരുപാട് പേര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങൾ ചോദിക്കുകയാണ്, എന്തെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഹലാലായ മുറാദുണ്ടോ ഹാസിലാക്കി തരണയല്ല, വിഷമങ്ങളുണ്ടോ മാറ്റിത്തരണയല്ല. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് മഗ്ഫിറത്ത് തരണയല്ല. അല്ലാഹുവേ, നരകമോചനം തരണയല്ല, സ്വർഗ്ഗപ്രവേശനം തരണയല്ല. ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കബൂലാക്കണയല്ല. ഈ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ രോഗങ്ങളായി മറ്റ് പ്രയാസങ്ങളായി കഴിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ പ്രതിഫലങ്ങൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദേ, ഞങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പരിഭവം പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഖുർആൻ ഓതാൻ കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റമളാൻ അവർക്കും ഞങ്ങൾക്കും നീ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ
കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹുവേ. പടച്ചവനെ ആക്സിഡന്റ് പറ്റി മണിക്കൂറുകളോളം റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയൊന്നും വരുത്തല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഹോസ്പിറ്റലിൽ കഴിയുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് റഹ്മാനെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നസീബാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. റബ്ബ് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, ദുആഇനെ കബൂലാക്കട്ടെ. ഒരുപാട് പേര് വീണ്ടും ഒക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസ് നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടു കൂടി നമ്മൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.